അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ഓരോ ദിവസവും പലതും വായിക്കുന്നു. വാർത്തകൾ വായിക്കുന്നു, സന്ദേശങ്ങൾ വായിക്കുന്നു, പുസ്തകങ്ങൾ വായിക്കുന്നു. എന്നാൽ ഒരിക്കലെങ്കിലും നിങ്ങളെ വായിച്ച ഒരു വചനം നിങ്ങളെ തേടിയെത്തിയിട്ടുണ്ടോ? നാവിലൂടെ കടന്നുപോകാതെ ഹൃദയത്തിൽ തട്ടി നിൽക്കുന്ന, നിങ്ങളെ തന്നെ നിങ്ങളോട് ചോദ്യം ചെയ്യുന്ന ഒരു വചനം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരമൊരു വചനത്തെക്കുറിച്ചാണ്. നമ്മൾ ഓരോ ദിവസവും നിസ്കാരത്തിൽ ചൊല്ലുന്ന, പക്ഷേ പലപ്പോഴും കേൾക്കാതെ പോകുന്ന ഒരു മഹത്തായ സൂറത്തിനെക്കുറിച്ച്. സൂറത്തുൽ ഫാത്തിഹ. മൗലാന റൂമി ഒരിക്കൽ പറഞ്ഞു, ഫാത്തിഹ നിങ്ങൾ പാരായണം ചെയ്യേണ്ട ഒന്നല്ല, അതിലേക്ക് നിങ്ങൾ പ്രവേശിക്കേണ്ട ഒന്നാണ്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ വേഗത്തിൽ ചൊല്ലാൻ പോകുന്നില്ല, നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നില്ല, മറിച്ച് നടക്കാൻ പോവുകയാണ്. ഓരോ വചനത്തിലൂടെയും ഓരോ കവാടത്തിലൂടെയും നമ്മുടെ തന്നെ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക്. ഇതൊരു പ്രസംഗമല്ല, ഇതൊരു ക്ഷണമാണ്. നാവിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള ഒരു യാത്ര. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് അല്പം ശാന്തമാക്കൂ, ഹൃദയം തുറക്കൂ. കാരണം ഇന്ന് ഫാത്തിഹ നിങ്ങളെ വായിക്കാൻ തുടങ്ങുകയാണ്. ഓരോ വചനവും വെറുമൊരു വരിയല്ല, മറിച്ച് കടന്നുപോകേണ്ട ഓരോ വാതിലുകളാണ്. ഓരോ വാക്കും ജീവനുള്ളതാണ്. നിങ്ങളെ കൂടുതൽ ആഴത്തിലുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ അവ കാത്തിരിക്കുകയാണ്. നിങ്ങൾ ബിസ്മില്ലാഹ് എന്ന് ചൊല്ലുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും തുടങ്ങുകയല്ല ചെയ്യുന്നത്, മറിച്ച് സൃഷ്ടിക്ക് മുൻപുള്ള ആ നിമിഷത്തിലേക്ക് നിങ്ങൾ മടങ്ങുകയാണ്. നിങ്ങൾ ഞങ്ങളെ നയിക്കണമേ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ഭൂപടത്തിന് വേണ്ടിയല്ല അപേക്ഷിക്കുന്നത്, മറിച്ച് ഒരു മാറ്റത്തിനു വേണ്ടിയാണ് നിങ്ങൾ ചോദിക്കുന്നത്. മഹാനായ റൂമി വെളിപ്പെടുത്തിയത് ഫാത്തിഹ എന്നത് ഖുറാനിൻ്റെ ആരംഭം മാത്രമല്ല, അത് ആത്മാവിൻ്റെ തന്നെ തുറക്കലാണ് എന്നാണ്. അതൊരു കണ്ണാടിയാണ്, ഒരു ഭൂപടമാണ്. വേർപാടിൽ നിന്ന് കീഴടങ്ങലിലേക്കുള്ള ഒരു യാത്രയാണത്. നിങ്ങൾ നാവുകൊണ്ടല്ല, ഹൃദയം കൊണ്ട് അതിലൂടെ നടക്കാൻ ധൈര്യപ്പെട്ടാൽ നിങ്ങളുടെ അസ്തിത്വത്തിൻ്റെ മുഴുവൻ കഥയും ആ 7 വചനങ്ങളിൽ അടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തും. തുടക്കം, നഷ്ടം, തീവ്രമായ ആഗ്രഹം, ഒടുവിൽ മടക്കം. അതുകൊണ്ട് ഇന്ന് ഫാത്തിഹ വെറുതെ പാരായണം ചെയ്യരുത്, അതിനുള്ളിലേക്ക് ചുവട് വയ്ക്കുക. കാരണം ഒരിക്കൽ നിങ്ങളതിൽ പ്രവേശിച്ചാൽ നിങ്ങൾ ഉൾപ്പെടെ ഒന്നും പഴയതുപോലെ അവശേഷിക്കില്ല. ഓരോ യഥാർത്ഥ യാത്രയും തുടങ്ങുന്നത് ഒരു സ്മരണയിലൂടെയാണ്. റൂമിയെ സംബന്ധിച്ചിടത്തോളം ആ സ്മരണ തുടങ്ങുന്നത് മനസ്സിലല്ല, മറിച്ച് ആത്മാവ് അതിൻ്റെ ഉറവിടത്തെക്കുറിച്ച് ഉണരുന്നതിലാണ്. നിങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ നിങ്ങൾ വെറും ഒരു പവിത്രമായ ശബ്ദം ഉച്ചരിക്കുകയല്ല ചെയ്യുന്നത്, നിങ്ങൾ ഒരു പടിവാതിൽ കടക്കുകയാണ്. അള്ളാഹുവിൻ്റെ നാമം ഇവിടെ വെറുതെ പരാമർശിക്കപ്പെടുകയല്ല, അത് അനാവരണം ചെയ്യപ്പെടുകയാണ്. മിക്കവരും ഈ വാക്കുകളെ പ്രാർത്ഥനയുടെയോ ഭക്ഷണത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവൃത്തിയുടെ ആമുഖമായിട്ടാണ് കാണുന്നത്. എന്നാൽ അതിലേക്ക് സത്യസന്ധമായി പ്രവേശിക്കുന്നവർക്ക് ബിസ്മില്ലാഹ് എന്നത് ഒരു തുടക്കമല്ല, അത് ശബ്ദമായി ചുരുങ്ങിയ ഈ പ്രപഞ്ചം തന്നെയാണ്. പൂർണ്ണ സാന്നിധ്യത്തോടെ നിങ്ങളത് ചൊല്ലുന്ന നിമിഷം ഞാനാണ് എല്ലാം ചെയ്യുന്നത് എന്ന മിഥ്യാധാരണ അലിഞ്ഞു പോകാൻ തുടങ്ങും. ഞാൻ പ്രവർത്തിക്കുന്നു, ഞാൻ സൃഷ്ടിക്കുന്നു, ഞാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്ന അഹംഭാവം മാഞ്ഞുപോകും. അതിനു പകരം ആഴത്തിലുള്ള ഒരു സത്യം ഉദിച്ചുയരും: അവനില്ലാതെ ഒന്നും ചലിക്കുന്നില്ല. റൂമി പറഞ്ഞു, അള്ളാഹുവിൻ്റെ നാമം എല്ലാ നാമങ്ങളുടെയും സത്ത ഉൾക്കൊള്ളുന്നു. പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത് ആ നാമത്തിലൂടെയാണ്. അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഓരോ കോശത്തെയും നിങ്ങൾ അള്ളാഹുവിൻ്റെ ഹിതത്തിൻ്റെ താളത്തിനൊപ്പം ക്രമീകരിക്കുകയാണ്. അവൻ്റെ അനന്തമായ ശക്തിയിൽ നിന്ന് വേർപെട്ട ഒരു നിമിഷമോ ഒരിച്ഛയോ ഇല്ലെന്ന് നിങ്ങൾ സ്വയം ഓർമ്മിപ്പിക്കുകയാണ്. അവൻ്റെ നാമത്തെ സ്മരിക്കുക എന്നാൽ ഒരു നിമിഷം പോലും നിങ്ങൾ അവനിൽ നിന്ന് വേർപെട്ടില്ലെന്ന് തിരിച്ചറിയലാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഓരോ തവണയും നിങ്ങൾ ബിസ്മില്ലാഹ് ചൊല്ലി എന്തെങ്കിലും തുടങ്ങുമ്പോൾ നിങ്ങൾ അതിൻ്റെ കർത്തൃത്വം അള്ളാഹുവിന് വിട്ടുകൊടുക്കുകയാണ്. തുടർന്ന് വരുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടേതല്ല എന്ന് നിങ്ങൾ സമ്മതിക്കുന്നു. ഒരു വിശ്വാസി നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത്, മറിച്ച് മടങ്ങി വരാൻ വേണ്ടിയാണ് അവൻ പ്രവർത്തിക്കുന്നത്. ഈ അവബോധത്തോടെ തുടങ്ങുമ്പോൾ ഓരോ പ്രവൃത്തിയും ഒരു പ്രാർത്ഥനയായി മാറുന്നു. ഹൃദയമില്ലാതെ ബിസ്മില്ലാഹ് ചൊല്ലുന്നത് ശൂന്യതയിലേക്ക് സംസാരിക്കുന്നത് പോലെയാണ്. എന്നാൽ പൂർണ്ണ ബോധത്തോടെ അത് ചൊല്ലുന്നത് സൃഷ്ടിയുടെ ഒഴുക്കിലേക്ക് പ്രവേശിക്കലാണ്. റൂമി ഈ വചനത്തെ വിവരിക്കുന്നത് തിരിച്ചറിവിൻ്റെ ആദ്യ കവാടം എന്നാണ്. അവിടെ ദാസൻ തൻ്റെ യഥാർത്ഥ സ്വത്വത്തെ ഓർക്കുന്നു. നിങ്ങൾ കാലത്തിന് കീഴിലുള്ള ഒരു ശരീരമല്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഹിതത്തിൻ്റെ പ്രതിഫലനമാണ്. നാവ് വാക്കുകൾ ഉച്ചരിക്കുമെങ്കിലും ആത്മാവാണ് അതിലേക്ക് പ്രവേശിക്കുന്നത്. നിങ്ങൾ സത്യസന്ധമായി അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ അസ്തിത്വം തന്നെ നിങ്ങളിലൂടെ ശ്വസിക്കുന്നത് പോലെ ഒരു മാറ്റം നിങ്ങൾക്ക് അനുഭവിക്കും. ഓരോ ശ്വാസവും അവൻ്റെ ശ്വാസമായി മാറും, ഓരോ ഹൃദയമിടിപ്പും അവൻ്റെ സ്മരണയാകും. തുടർന്നു വരുന്ന അർ-റഹ്മാൻ, അർ-റഹീം എന്നീ നാമങ്ങൾ വെറും വിശേഷണങ്ങളല്ല, അവ അവൻ്റെ കാരുണ്യത്തിൻ്റെ വെളിപ്പെടുത്തലുകളാണ്.
അർ-റഹ്മാൻ എന്നത് അസ്തിത്വത്തെ താങ്ങി നിർത്തുന്ന കാരുണ്യമാണ്. സൂര്യൻ ഉദിക്കുന്നതും ശ്വാസകോശത്തിൽ വായു നിറയുന്നതും നിരാശപ്പെടുമ്പോഴും ഹൃദയം മിടിക്കുന്നതും ആ കാരുണ്യം കൊണ്ടാണ്. അർ-റഹീം എന്നത് വിശ്വാസിക്കുള്ള പ്രത്യേക കാരുണ്യമാണ്. അത് നയിക്കുകയും പൊറുക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ രണ്ട് നാമങ്ങളും ചേർന്നാണ് ഓരോ ആത്മാവും ഉദയം കൊള്ളുന്ന ആ കാരുണ്യത്തിൻ്റെ മഹാസമുദ്രം രൂപപ്പെടുന്നത്. ബിസ്മില്ലാഹ് എന്ന് തുടങ്ങുമ്പോൾ നിങ്ങൾ ബോധപൂർവം ആ സമുദ്രത്തിലേക്ക് ഇറങ്ങുകയാണ്. അവിടെ മനസ്സിന് നീന്താനാവില്ല, ഹൃദയത്തിന് മാത്രമേ കഴിയൂ. കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും നിങ്ങൾ വെറുമൊരു ഉപകരണം മാത്രമാണെന്ന അറിവിൽ നിന്ന് തുടങ്ങേണ്ടതുണ്ടെന്ന് ഇത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. സ്മരണ എന്നാൽ വെറും ആവർത്തനമാണെന്ന് മിക്കവരും തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ റൂമി മുന്നറിയിപ്പ് നൽകി, സാന്നിധ്യമില്ലാത്ത സ്മരണ ആരാധനയുടെ വേഷം കെട്ടിയ വിസ്മൃതിയാണ്. വചനത്തിൻ്റെ ശബ്ദമല്ല പ്രധാനം, മറിച്ച് അത് വഹിക്കുന്ന ആത്മസമർപ്പണമാണ്. നിയന്ത്രണങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ബിസ്മില്ലാഹ് ചൊല്ലുന്നത് തീരത്ത് നിന്നുകൊണ്ട് കടലിൽ ഇറങ്ങാൻ വിസമ്മതിക്കുന്നത് പോലെയാണ്. അള്ളാഹുവിൻ്റെ നാമം നിങ്ങളിൽ നിന്ന് പുറത്തല്ല, അത് നിങ്ങളുടെ അസ്തിത്വം തന്നെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ ആ തിരിച്ചറിവിൻ്റെ വാതിൽ തുറക്കുന്നു. ആ നിമിഷം പാരായണമെന്നത് ഒരു പരിവർത്തനമായി മാറുന്നു. നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവൻ നിങ്ങളെ ഓർക്കുന്നത് ഒരിക്കലും അവസാനിപ്പിച്ചിട്ടില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയുകയാണ്. ഇതാണ് ആദ്യത്തെ കവാടം, ബോധത്തിലേക്കുള്ള മടക്കം. അന്വേഷി പടച്ചോനെ തനിക്ക് പുറത്ത് തിരയുന്നത് അവസാനിപ്പിച്ച് തനിക്കുള്ളിലെ അള്ളാഹുവിൻ്റെ പ്രതിഫലനത്തെ കണ്ടെത്താൻ തുടങ്ങുന്ന യാത്രയുടെ ആരംഭം. 1000 തവണ നിങ്ങൾ ചൊല്ലിയ ആ വചനം ഒടുവിൽ നിങ്ങളത് കേൾക്കുന്ന നിമിഷമായി മാറുന്നു. സ്തുതി എന്നത് വെറുമൊരു നന്ദി പ്രകടനമല്ല, അതൊരു ഉണരലാണ്. നിങ്ങൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ഒരു അനുഗ്രഹത്തിന് നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി പറയുക മാത്രമല്ല ചെയ്യുന്നത്. ഓരോ ശ്വാസവും ഓരോ ചലനവും പ്രപഞ്ചത്തിലെ ഓരോ അണുവും അവൻ്റേതാണെന്ന് നിങ്ങൾ സമ്മതിക്കുകയാണ്. നിങ്ങളുടെ ശബ്ദമല്ല സ്തുതിക്കുന്നത്, മറിച്ച് സൃഷ്ടിജാലങ്ങൾ മുഴുവൻ നിങ്ങളിലൂടെ സ്തുതിക്കുകയാണ്. റൂമി പഠിപ്പിച്ചു, ഈ വചനം സ്തുതിക്കാനുള്ള ഒരു കൽപ്പനയല്ല, മറിച്ച് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും തങ്ങളുടെ സൃഷ്ടാവിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് ആ സ്തുതിയുടെ ഭാഗമാകാൻ ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. എന്തെങ്കിലും നല്ലത് സംഭവിക്കുമ്പോൾ മിക്കവരും അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നു. എന്നാൽ യഥാർത്ഥ സ്തുതി എന്നത് സാഹചര്യങ്ങളെ ആശ്രയിച്ചുള്ളതല്ല എന്ന് റൂമി പറയുന്നു. ഹൃദയം ഉണർന്നിരിക്കുമ്പോൾ അത് സന്തോഷത്തിലും പ്രയാസത്തിലും ഒരുപോലെ അവനെ സ്തുതിക്കുന്നു. കാരണം നൽകുന്ന കൈയും തടഞ്ഞുവെക്കുന്ന കൈയും ഒന്നു തന്നെയാണെന്നും അവ രണ്ടും അവൻ്റെ കാരുണ്യത്തിൽ നിന്നാണ് വരുന്നതെന്നും ഹൃദയം കാണുന്നു. ഈ തിരിച്ചറിവ് സങ്കടങ്ങളെ മാറ്റുന്നു. സങ്കടം ഒരു ശിക്ഷയായിട്ടല്ല അനുഭവിക്കുന്നത്, മറിച്ച് ഒരു പങ്കാളിത്തമായി അനുഭവിക്കുന്നു. വേദനയ്ക്ക് പോലും ഒരു ലക്ഷ്യമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. അത് നിങ്ങളുടെ ആത്മാവാകുന്ന കണ്ണാടിയെ മിനുക്കാനാണ്, അങ്ങനെ അതിൽ ദൈവത്തെ കൂടുതൽ വ്യക്തമായി പ്രതിഫലിപ്പിക്കാൻ. ഈ വചനത്തിലേക്ക് സത്യസന്ധമായി പ്രവേശിക്കാൻ നിങ്ങൾ ആദ്യം ഉടമസ്ഥാവകാശം ഉപേക്ഷിക്കണം. നിങ്ങൾക്കൊന്നിലും ഉടമസ്ഥാവകാശമില്ല. അൽഹംദുലില്ലാ എന്ന് പറയുന്ന നിങ്ങളുടെ ശബ്ദത്തിൽ പോലും, നിങ്ങൾക്ക് ലഭിച്ച നന്ദി പറയാനുള്ള കഴിവ് പോലും അവൻ്റെ ദാനമാണ്. ഒരു ദാസൻ ഇത് തിരിച്ചറിയുമ്പോൾ അവൻ്റെ സ്തുതി പരിശുദ്ധമാകുന്നു എന്ന് മൗലാന റൂമി പറഞ്ഞു. അത് പിന്നെ ലാഭത്തിനു വേണ്ടിയുള്ളതല്ല, മറിച്ച് സത്യം കണ്ടതുകൊണ്ട് മാത്രമാണ്. അള്ളാഹു എല്ലാ ലോകങ്ങളുടെയും നാഥനാണ്. അത് ആശ്വാസത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ലോകങ്ങൾ മാത്രമല്ല, പരീക്ഷണങ്ങളുടെയും നഷ്ടങ്ങളുടെയും കാത്തിരിപ്പിൻ്റെയും ലോകങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ്. ഓരോ ലോകവും അള്ളാഹുവിൻ്റെ ഓരോ വശങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. ഭൗതിക ലോകം അവൻ്റെ സർഗാത്മകതയെയും, വൈകാരിക ലോകം അവൻ്റെ കാരുണ്യത്തെയും, അദൃശ്യലോകം അവൻ്റെ ശക്തിയെയും, ആത്മീയ ലോകം അവൻ്റെ സാമീപ്യത്തെയും പ്രതിഫലിപ്പിക്കുന്നു. നിങ്ങൾ റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ പ്രത്യക്ഷമായതും പരോക്ഷമായതും ഉന്നതമായതും താഴ്ന്നതുമായ എല്ലാം അവൻ്റെ അധികാരത്തിന് കീഴിലാണെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. അവിടെ അരാജകത്വമില്ല. നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു ക്രമം മാത്രമേ ഉള്ളൂ. അള്ളാഹുവിനെ സ്തുതിക്കുക എന്നാൽ എല്ലാറ്റിലും അവനെ കാണുക എന്നാണ്. മൗലാന റൂമി പറയുമായിരുന്നു, ഹൃദയം അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ അത് അവൻ്റെ പ്രതിഫലനത്തിൻ്റെ കണ്ണാടിയെയാണ് സ്തുതിക്കുന്നത്. അതായത് ഓരോ സൗന്ദര്യവും സ്നേഹവും വ്യക്തതയും സൃഷ്ടികളിലൂടെയുള്ള അവൻ്റെ ദർശനമാണ്. എന്നാൽ അഹങ്കാരത്തിൻ്റെ മറ മിക്ക ഹൃദയങ്ങളെയും അന്ധരാക്കുന്നു. അവർ സമ്മാനം കാണുന്നു, പക്ഷേ സമ്മാനം നൽകിയവനെ മറക്കുന്നു. യഥാർത്ഥ സ്തുതി ആ മറ നീക്കുന്നു. നിങ്ങൾ കാണുന്ന സൗന്ദര്യം ഒരിക്കലും ആ വസ്തുവിൻ്റേതല്ലെന്നും, മറിച്ച് അത് കാണാൻ നിങ്ങളെ അനുവദിച്ചവൻ്റേതാണെന്നും അത് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. ഈ വചനത്തിലൂടെയുള്ള യാത്ര
എന്നാൽ നിരീക്ഷകനിൽ നിന്ന് അവനിലേക്കുള്ള യാത്രയാണ്. നിങ്ങൾ സൃഷ്ടിക്ക് പുറത്തു നിൽക്കുന്ന ഒരാളല്ല, നിങ്ങൾ ദൈവീക സംഗീതത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. നിങ്ങൾ എടുക്കുന്ന ഓരോ ശ്വാസവും, വീഴുന്ന ഓരോ ഇലയും, അടിക്കുന്ന ഓരോ തിരമാലയും ഒരേ സ്തുതിയുടെ ഭാഗമാണ്. നിങ്ങൾ സ്തുതി തുടങ്ങുകയല്ല, മറിച്ച് നിലവിലുള്ള സ്തുതിയോട് ചേർന്ന് നിൽക്കുകയാണ്. ഈ അവബോധമുണ്ടാകുമ്പോൾ നന്ദി എന്നത് ഒരു വികാരമല്ലാതാകുകയും അതൊരു ജീവിത രീതിയായി മാറുകയും ചെയ്യുന്നു. ജീവിതം നല്ലതായതുകൊണ്ടല്ല നിങ്ങൾ അള്ളാഹുവിന് നന്ദി പറയുന്നത്, മറിച്ച് ജീവിതം തന്നെ ഒരു സ്തുതിയാണെന്ന് നിങ്ങൾ കാണുന്നു. ഓരോ ശ്വാസം ഉള്ളിലേക്കെടുക്കുന്നതും ഒരു നിശബ്ദമായ അൽഹംദുലില്ലയാണ്. അത് പുറത്തേക്ക് വിടുന്നത് പ്രപഞ്ചനാഥന് മുന്നിലുള്ള സമർപ്പണമാണ്. മറ്റുള്ളവർ ഭാരമായി കാണുന്നയിടത്ത് അനുഗ്രഹങ്ങൾ കാണാൻ ഈ വചനത്തിൽ പ്രവേശിച്ച ഹൃദയത്തിന് കഴിയുന്നു. സൂര്യോദയത്തിലും കൊടുങ്കാട്ടിലും ഒരേപോലെ പടച്ചോന്റെ കരിവിരുത് ഒരു വിശ്വാസി കാണുന്നു. റൂമിയുടെ അഭിപ്രായത്തിൽ പ്രിയപ്പെട്ടൊന്ന് തകരുമ്പോൾ പോലും അതൊരു സ്തുതിയായി മാറുന്നു. കാരണം അത് അള്ളാഹുവിൻ്റെ ആഴത്തിലുള്ള ജ്ഞാനത്തെ വെളിപ്പെടുത്തുന്നു. ഇതാണ് സ്തുതിയുടെ കവാടം. പ്രപഞ്ചത്തിലെ ഓരോ ശബ്ദവും ആരാധനയുടെ ഭാഷയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം നിങ്ങളുടെ ധർമ്മം ആ സംഗീതമുണ്ടാക്കുകയല്ല, മറിച്ച് അത് കേൾക്കാൻ തക്കവണ്ണം ശ്രദ്ധാലുവാകുക എന്നതാണ്. ദാസൻ ആ നിത്യമായ ഗീതത്തിൽ പങ്കുചേരുമ്പോൾ അവിടെ നിശബ്ദതയുണ്ടായിരുന്നില്ല എന്നും ലോകങ്ങളിലൂടെ ഒഴുകുന്ന അൽഹംദുലില്ലായുടെ താളം മാത്രമായിരുന്നു എന്നും അവൻ കണ്ടെത്തുന്നു. മൗലാന റൂമിയെ സംബന്ധിച്ചിടത്തോളം അർ-റഹ്മാൻ, അർ-റഹീം എന്നീ നാമങ്ങൾ വെറും ഗുണങ്ങളല്ല, അവ അസ്തിത്വത്തിൻ്റെ ശ്വാസം തന്നെയാണ്. സൃഷ്ടിക്കപ്പെട്ടതും പരിപാലിക്കപ്പെട്ടതും പൊറുക്കപ്പെട്ടതുമെല്ലാം ഈ നാമങ്ങളിലൂടെയാണ് ഉണ്ടായത്. നിങ്ങൾ അർ-റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുമ്പോൾ നിങ്ങൾ പടച്ചോനെ വിവരിക്കുകയല്ല, മറിച്ച് അവൻ്റെ കാരുണ്യത്തിൻ്റെ ഗർഭമുഖത്തേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളെ നിങ്ങൾ അറിയുന്നതിനു മുൻപേ നിങ്ങൾക്ക് ജന്മം നൽകിയ അതേ കാരുണ്യം. കാരുണ്യമെന്നത് അള്ളാഹുവിൽ നിന്നുള്ളൊരു പ്രതികരണമല്ല, അതവൻ്റെ പ്രകൃതമാണ്. നിങ്ങൾ തെറ്റ് ചെയ്യുന്നതിന് മുൻപേ കാരുണ്യമുണ്ടായിരുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപേ കാരുണ്യം നിങ്ങളെ പൊതിഞ്ഞിരുന്നു. നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ അത് നൽകപ്പെട്ടിരുന്നു. മൗലാന റൂമി പറഞ്ഞു, അർ-റഹ്മാൻ എന്നത് വിശ്വാസിയെയും അവിശ്വാസിയെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന കാരുണ്യമാണ്. സൂര്യനെ പ്രകാശിക്കാനും മഴ പെയ്യാനും ഹൃദയത്തിന് മിടിക്കാനും അനുവാദം നൽകുന്ന വെളിച്ചമാണത്. അർ-റഹീം എന്നത് അവനെ സ്മരിക്കുന്ന ഹൃദയങ്ങൾക്കുള്ള പ്രത്യേക കാരുണ്യമാണ്. ആത്മാവ് ഉള്ളിലേക്ക് തിരിയുമ്പോൾ ഇറങ്ങിവരുന്ന മാർഗദർശനവും പാപമോചനവും സമാധാനവുമാണത്. ഈ രണ്ട് നാമങ്ങളും ചേർന്ന് ഒന്നിലും പുറത്തു പോകാൻ കഴിയാത്ത ഒരു വൃത്തം തീർക്കുന്നു. സത്യസന്ധമായി ഈ വചനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിധി എന്ന സങ്കല്പം അലിഞ്ഞു പോകാൻ തുടങ്ങുന്നു. വിധി യാഥാർത്ഥ്യമല്ലാത്തതുകൊണ്ടല്ല, മറിച്ച് കാരുണ്യം അതിനേക്കാൾ വലുതായതുകൊണ്ടാണ്. നിങ്ങളുടെ തെറ്റുകളെ പരാജയത്തിൻ്റെ തെളിവുകളായല്ല, മറിച്ച് മടങ്ങി വരാനുള്ള ക്ഷണങ്ങളായി നിങ്ങൾ കാണാൻ തുടങ്ങുന്നു. അർ-റഹ്മാനിർ റഹീമിൻ്റെ വാതിലുകൾ ഒരിക്കലും അടയുന്നില്ല. ഓരോ വീഴ്ചയും ഹൃദയവേദനയും താമസവുമെല്ലാം കാരുണ്യത്തിൻ്റെ രഹസ്യരൂപങ്ങളാണ്. നിങ്ങളെ വീണ്ടും ഉറവിടത്തിലേക്ക് തന്നെ നയിക്കുന്നവ. മനുഷ്യൻ്റെ കണ്ണ് നഷ്ടങ്ങൾ കാണുന്നു, എന്നാൽ ദൈവീക കണ്ണ് ശുദ്ധീകരണത്തെ കാണുന്നു. കാരുണ്യമാണ് സൃഷ്ടിയുടെ അടിസ്ഥാനമെന്ന് റൂമി എഴുതി. അള്ളാഹു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആവശ്യങ്ങൾ കൊണ്ടല്ല, മറിച്ച് സ്നേഹം കൊണ്ടാണ്. ആ സ്നേഹമാണ് കാരുണ്യമായി വെളിപ്പെടുന്നത്. ഇതിനർത്ഥം നിങ്ങളുടെ അസ്തിത്വം തന്നെ കാരുണ്യത്തിൻ്റെ ഫലമാണെന്നാണ്. നിങ്ങൾ ശ്വസിക്കുന്നതും ചിന്തിക്കുന്നതും അനുഭവിക്കുന്നതും തിരയുന്നതും തന്നെ കാരുണ്യം നിങ്ങളെ വീണ്ടും വീണ്ടും തിരഞ്ഞെടുത്തു എന്നതിൻ്റെ തെളിവാണ്. ഈ വചനത്തിൽ പ്രവേശിച്ച ഹൃദയം ജീവിതത്തെ എതിർക്കുന്നത് അവസാനിപ്പിക്കുന്നു. എന്തു വന്നാലും അതിലൊരു മറഞ്ഞിരിക്കുന്ന ലാളിത്യമുണ്ടെന്ന് അത് മനസ്സിലാക്കുന്നു. നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളിൽ പോലും കാരുണ്യം കാണാൻ നിങ്ങൾ പഠിക്കുന്നു. നിങ്ങൾ കരഞ്ഞുകൊണ്ട് നിന്ന അടഞ്ഞ വാതിലുകൾ, നിങ്ങളെ വിട്ടുപോയ ആളുകൾ, അസഹനീയമായിരുന്ന നിശബ്ദത, ഇതെല്ലാം നിങ്ങളുടെ പരിമിതമായ കാഴ്ചയ്ക്ക് അന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കാരുണ്യത്താൽ നയിക്കപ്പെട്ടവയായിരുന്നു. നിങ്ങൾ ഒരിക്കൽ ശപിച്ച വേദനകൾ അവൻ്റെ സംരക്ഷണത്തിൻ്റെ തെളിവുകളായി മാറുന്നു. കാരണം ഒരു കാരുണ്യമുള്ള നാഥൻ മാത്രമേ നിങ്ങളുടെ ആത്മാവിനെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ പദ്ധതികളെ തകർക്കുകയുള്ളൂ. അർ-റഹ്മാനിർ റഹീം ഒരു സന്തുലിതാവസ്ഥയും പഠിപ്പിക്കുന്നു. അർ-റഹ്മാൻ വിശാലമാണ്, അത് നിബന്ധനകളില്ലാതെ എല്ലാവർക്കും നൽകുന്നു. അർ-റഹീം ആത്മീയമാണ്, അത് മടങ്ങിവരുന്ന ഹൃദയങ്ങൾക്ക് നൽകുന്നു. ഒന്ന് പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്നു, മറ്റൊന്ന് ആ വിളിയോട് പ്രതികരിക്കുന്നവരെ ശുദ്ധീകരിക്കുന്നു. ഈ രണ്ടു നാമങ്ങളെയും ഒരുമിച്ച് വിളിക്കുമ്പോൾ നിങ്ങൾ രണ്ടു യാഥാർത്ഥ്യങ്ങളിലേക്കും ചുവടുവെക്കുന്നു. പ്രപഞ്ചത്തെ താങ്ങുന്ന കാരുണ്യത്തിലേക്കും നിങ്ങളെ വ്യക്തിപരമായി ചേർത്ത് പിടിക്കുന്ന കാരുണ്യത്തിലേക്കും. കാരുണ്യം മനസ്സിലാക്കുന്ന ഒരു വിശ്വാസി
ഭയത്തിലല്ല ജീവിക്കുന്നത് എന്ന് മൗലാന റൂമി പറയുമായിരുന്നു. ഫലങ്ങളെ ഭയപ്പെടാത്തതുകൊണ്ടല്ല, മറിച്ച് ഫലങ്ങൾ പോലും കാരുണ്യമാണെന്ന് അവൻ തിരിച്ചറിയുന്നത് കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ തിരുത്തലുകൾ ഒരിക്കലും ക്രൂരതയല്ല, അവ നേർവഴിയിലേക്കുള്ള ക്രമീകരണങ്ങളാണ്. നിങ്ങളെ വിനീതനാക്കുന്ന കൊടുങ്കാറ്റും നിങ്ങളെ ശൂന്യനാക്കുന്ന നഷ്ടങ്ങളും നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന നിശബ്ദതയും, ഇതിലെല്ലാം അർ-റഹ്മാനിർ റഹീമിൻ്റെ സുഗന്ധമുണ്ട്. സൗകര്യങ്ങളിൽ മാത്രമല്ല, പ്രയാസങ്ങളിൽ പൊതിഞ്ഞു വരുന്ന പഠനങ്ങളിലും നന്ദി പ്രകടിപ്പിക്കാൻ വിശ്വാസി പഠിക്കുന്നു. ബോധപൂർവം ഈ വചനം ചൊല്ലുന്നത് കാരുണ്യം ഉള്ളിലേക്ക് ശ്വസിക്കുന്നത് പോലെയാണ്. നിങ്ങളോടും മറ്റുള്ളവരോടും ലോകത്തോടും നിങ്ങൾ കൂടുതൽ വിനീതനാകുന്നു. അള്ളാഹു നിങ്ങളിൽ നിന്ന് ഒരിക്കലും പൂർണ്ണത അഥവാ പെർഫെക്ഷൻ ആവശ്യപ്പെട്ടില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾ സ്വയം തികഞ്ഞവനാകാൻ ശ്രമിക്കുന്നത് അവസാനിപ്പിക്കുന്നു. നിങ്ങൾ മടങ്ങി വരണം എന്ന് മാത്രമേ അവൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരുണ്യം അറിഞ്ഞ ഹൃദയം അതിൻ്റെ പ്രതിഫലനമായി മാറുന്നു. അതിൻ്റെ സംസാര രീതി മാറുന്നു. വാക്കുകൾ മുറിവുണക്കുന്നു. സാന്നിധ്യം ആശ്വാസം നൽകുന്നു. ഇതാണ് കാരുണ്യത്തിൻ്റെ കവാടം. അള്ളാഹുവിൻ്റെ സ്നേഹം സമ്പാദിക്കാൻ വേണ്ടി ഓടുന്നത് അവസാനിപ്പിച്ച് നിങ്ങൾ എപ്പോഴും സ്നേഹിക്കപ്പെട്ടിരുന്നു എന്ന് തിരിച്ചറിയുന്ന ഇടം. നിങ്ങൾ കാരുണ്യത്തിന് പിന്നാലെ ഓടുകയല്ല, മറിച്ച് കാരുണ്യം നിങ്ങളെ പേറുകയാണ്. അർ-റഹ്മാനിർ റഹീം എന്ന് പൂർണ്ണ ബോധത്തോടെ പറയുന്നത് നിങ്ങൾ കാരുണ്യത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്നും കാരുണ്യത്താൽ വളർത്തപ്പെട്ടവരാണെന്നും കാരുണ്യത്തിലേക്ക് തന്നെ മടങ്ങുന്നവരാണെന്നുമാണ്. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ എന്നതിനെക്കുറിച്ച് റൂമി ചിന്തിച്ചപ്പോൾ അത് ഭയത്തിൻ്റെ വചനമായല്ല, മറിച്ച് പുനഃസ്ഥാപനത്തിൻ്റെ വചനമായിട്ടാണ് അദ്ദേഹം കണ്ടത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു താക്കീതല്ല, മറിച്ച് എല്ലാം സന്തുലിതാവസ്ഥയിലേക്ക് മടങ്ങുന്നു എന്ന ഓർമ്മപ്പെടുത്തലാണ്. മൗലാന റൂമിയുടെ കാഴ്ചപ്പാടിൽ വിധി എന്നത് നാശമല്ല, അത് വെളിപ്പെടുത്തപ്പെട്ട നീതിയാണ്. സത്യം പൂർണ്ണ പ്രകാശത്തിൽ നിൽക്കുന്ന നിമിഷമാണത്. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ അനീതിയാണെന്ന് തോന്നുന്ന നിമിഷങ്ങളെപ്പോലും നിയന്ത്രിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ടെന്ന് നിങ്ങൾ സമ്മതിക്കുകയാണ്. ഓരോ ശ്വാസവും ഓരോ ഉദ്ദേശവും കണക്കിലെടുക്കപ്പെടുന്നു എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നു. അള്ളാഹുവിൻ്റെ ലോകത്തിൽ മറന്നുപോയ പ്രവർത്തികളില്ല, ശ്രദ്ധിക്കപ്പെടാത്ത കണ്ണുനീരില്ല. വിധി എഴുതുന്ന ദിവസത്തിൻ്റെ ഉടമസ്ഥൻ തന്നെയാണ് ഈ നിമിഷത്തിൻ്റെയും ഉടമസ്ഥൻ. അതറിയുന്നത് നിങ്ങളെ വിവേകത്തോടെ ജീവിക്കാൻ സഹായിക്കുന്നു. റൂമി പറഞ്ഞു, ആ ദിവസത്തിൻ്റെ ഉടമസ്ഥാവകാശം എന്നാൽ എല്ലാ ദിവസത്തിൻ്റെയും ഉടമസ്ഥാവകാശം എന്നാണ്. വിധി ദിവസം എന്നത് ഭാവിയിലെ ഒരു സംഭവം മാത്രമല്ല, അത് വർത്തമാനകാലത്തിൻ്റെ കണ്ണാടി കൂടിയാണ്. ഓരോ ദിവസവും അതിൻ്റേതായ വിധി ദിവസം ഉൾക്കൊള്ളുന്നു. നമ്മുടെ ചിന്തകളുടെയും വാക്കുകളുടെയും ഫലങ്ങൾ നാം നേരിടുമ്പോൾ നമ്മുടെ വിധി വെളിപ്പെടുകയാണ്. ഓരോ ഹൃദയമിടിപ്പും ഒരു സാക്ഷിയാണ്. ഈ വചനം വിനയം പഠിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റേതല്ലാതെ മറ്റൊരു യഥാർത്ഥ അധികാരവുമില്ലെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യരുടെ എല്ലാ അധികാരങ്ങളും അവൻ്റെ അധികാരത്തിനു മുന്നിൽ നിഴലുകൾ മാത്രമാണ്. നിങ്ങൾ ഇത് ഉൾക്കൊള്ളുമ്പോൾ അഹങ്കാരമില്ലാതാകുന്നു. ഭൗതിക നേട്ടങ്ങളിലൂടെ നിങ്ങളുടെ മൂല്യം അളക്കുന്നത് നിങ്ങൾ അവസാനിപ്പിക്കുന്നു. എന്നിട്ടും ഈ അധികാരം ക്രൂരമല്ല, അത് കാരുണ്യപൂർണമാണ്. വിധി ദിവസത്തിൻ്റെ ഉടമസ്ഥൻ നിങ്ങൾ നേരത്തെ വിളിച്ച അതേ അർ-റഹ്മാനിർ റഹീം തന്നെയാണ്. മൗലാന റൂമി ഇതിനെ ഒരു ദൈവീക സന്തുലിതാവസ്ഥയെന്നാണ് വിശേഷിപ്പിച്ചത്. നീതിയുടെ തുലാസ് പിടിക്കുന്ന അതേ കൈ തന്നെയാണ് പശ്ചാത്തപിക്കുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുന്നതും. ഈ കവാടം മനസ്സിലാക്കുന്നത് ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് മാറ്റുന്നു. ഒരാൾ നിങ്ങളോട് തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രതികാരത്തിനായി ദാഹിക്കില്ല, കാരണം എല്ലാ കണക്കുകളും അവൻ്റെ പക്കലുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ജീവിതം അനീതിയാണെന്ന് തോന്നുമ്പോൾ അൽ മാലിക് എല്ലാം കാണുന്നുണ്ടെന്ന് നിങ്ങൾ ഓർക്കുന്നു. നിങ്ങൾ സ്വയം വിധികർത്താവാകാൻ ശ്രമിക്കില്ല. ഈ അവബോധം ഹൃദയത്തെ വിദ്വേഷത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. സത്യം വെളിപ്പെടുന്ന നിമിഷമാണ് വിധി ദിവസം. ചിലർക്കത് ഭയമായിരിക്കും, ചിലർക്ക് ആശ്വാസമായിരിക്കും. പക്ഷേ ആ വെളിപ്പെടുത്തലിലും കാരുണ്യം ഭരിക്കുന്നു. വിശ്വാസി സ്നേഹത്തോടെ ഭയപ്പെടാനും ആദരവോടെ സ്നേഹിക്കാനും പഠിക്കുന്നു. റൂമി പറഞ്ഞു, ആ ദിവസം നിങ്ങളുടെ ദീർഘശ്വാസങ്ങൾ പോലും നിങ്ങൾക്കായി സാക്ഷ്യം പറയും. അവ സ്മരണയോടെയാണ് എടുത്തതെങ്കിൽ. ഇതാണ് പരമാധികാരത്തിൻ്റെ കവാടം. ജീവിതം ഒരു അരാജകത്വമല്ല, അതൊരു കൃത്യമായ ക്രമമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഇടം. വൈകിയതെന്ന് തോന്നുന്നവ കൃത്യസമയത്താണ് നടക്കുന്നത്. അവനെ ഉടമസ്ഥനായി അംഗീകരിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ ഭരിച്ചിരുന്ന എല്ലാ തെറ്റായ ഉടമസ്ഥരിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുന്നു. യാത്രയുടെ ഈ ഘട്ടത്തിൽ യാത്രക്കാരൻ ഇല്ലാതാകാൻ തുടങ്ങുന്നു. ഇതിനു മുൻപുള്ള വചനങ്ങൾ വെളിപ്പെടുത്തലുകളായിരുന്നു, ഇനി അവ ബന്ധങ്ങളായി മാറുന്നു. മൗലാന റൂമി ഈ വചനത്തെ ഖുർആനിൻ്റെ അച്ചുതണ്ട് എന്ന് വിളിച്ചു. കാരണം ഇത് അള്ളാഹുവിനെക്കുറിച്ച് സംസാരിക്കുന്നതിനെ അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കുന്നതിൽ നിന്ന് വേർതിരിക്കുന്നു.
ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇവിടെ നിങ്ങൾ അകലമില്ലാതാക്കി അവനെ നേരിട്ട് അഭിമുഖീകരിക്കുകയാണ്. റൂമി പറഞ്ഞു, യഥാർത്ഥ ആരാധനയെന്നത് ഒരു പ്രകടനമല്ല, അതൊരു തിരിച്ചറിവാണ്. ആരാധനയെന്നാൽ അവനല്ലാതെ മറ്റൊന്നും ആരാധിക്കാനില്ല എന്ന തിരിച്ചറിവാണ്. കാരണം അവനല്ലാതെ മറ്റൊന്നും സത്യത്തിൽ നിലനിൽക്കുന്നില്ല. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നാൽ സ്നേഹത്തിൻ്റെയോ ഭയത്തിൻ്റെയോ മറ്റേതൊരു സ്രോതസ്സും ഒരു മിഥ്യയാണെന്ന് സമ്മതിക്കലാണ്. എല്ലാ ശക്തിയും ആശ്വാസവും ഒരേയൊരു യാഥാർത്ഥ്യത്തിൻ്റെ പ്രതിഫലനങ്ങളാണ്. ഈ തിരിച്ചറിവ് ആരാധനയെ ഒരു ബാധ്യതയിൽ നിന്ന് സത്യത്തിൻ്റെ അനുഭവമാക്കി മാറ്റുന്നു. ഓരോ തവണയും നിങ്ങളിത് ചൊല്ലുമ്പോൾ അഹംഭാവം അലിഞ്ഞുപോകുന്നു. നിങ്ങൾ അള്ളാഹുവിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, അവൻ നിങ്ങളിലൂടെ തന്നെ വെളിപ്പെടുകയാണ്. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നത് പൂർണ്ണമായ കീഴടങ്ങലാണ്. ആത്മാവ് അതിൻ്റെ കഴിവില്ലായ്മ സമ്മതിക്കുന്ന നിമിഷം. മൗലാന റൂമി പറഞ്ഞു, യഥാർത്ഥ സഹായം നിങ്ങളിലേക്ക് വരികയല്ല, നിങ്ങളിലൂടെ വരികയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇച്ഛയെ ദൈവഹിതവുമായി ചേർക്കുമ്പോൾ അവൻ്റെ ശക്തി നിങ്ങളുടെ പ്രവൃത്തികളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ ആരെയാണ് ആശ്രയിക്കുന്നതെന്നതിൻ്റെ കണ്ണാടി കൂടിയാണ് ഈ വചനം. പലരും അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ ഹൃദയം മനുഷ്യരുടെ അംഗീകാരത്തിനോ സമ്പത്തിനോ വേണ്ടിയാണ് ദാഹിക്കുന്നത്. സത്യസന്ധമായി ഈ വചനത്തിലേക്ക് പ്രവേശിക്കുന്നത് ആ ബന്ധനങ്ങളിൽ നിന്ന് മോചിതനാകാനാണ്. ആരാധന നിങ്ങളുടെ ബലഹീനതയെയും സഹായം അവൻ്റെ കരുത്തിനെയും വെളിപ്പെടുത്തുന്നു. പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ നിത്യതയുടെ നടുവിലാണ് നിൽക്കുന്നത്. ഭൂമി ആകാശത്തെ കണ്ടുമുട്ടുന്ന ഇടമാണത്. നിങ്ങളുടെ വാക്കുകൾക്കും അവൻ്റെ കാരുണ്യത്തിനുമിടയിലുള്ള അകലമില്ലാതാകുന്നു. അതുകൊണ്ടാണ് റൂമി ഇതിനെ ഹൃദയത്തിൻ്റെ കേന്ദ്രമെന്ന് വിളിച്ചത്. ഇത് ആരാധനയുടെ കവാടമാണ്. അന്വേഷി അള്ളാഹുവിനോടൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങുന്ന നിമിഷം. യാത്രയുടെ ഈ ഘട്ടത്തിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് ചൊല്ലുമ്പോൾ നിങ്ങൾ വെറുമൊരു ദിശയല്ല ചോദിക്കുന്നത്, നിങ്ങൾ എവിടെ പോകണമെന്ന നിങ്ങളുടെ സ്വന്തം ധാരണയെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണ്. നേർവഴി എന്നത് ചുവടുകൾ കൊണ്ടല്ല നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, അവസ്ഥകൾ കൊണ്ടാണ്. അഹംഭാവം അലിഞ്ഞുപോകുന്നിടത്താണത് തുടങ്ങുന്നത്. നേർവഴിയിൽ നയിക്കാനായി ചോദിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ പറയുന്നത്, യാ അല്ലാഹ്, എന്നെ എന്നിൽ നിന്ന് തന്നെ രക്ഷിക്കണമേ എന്നാണ്. അത് എളുപ്പമുള്ളതുകൊണ്ടല്ല അതിനെ നേർവഴിയെന്ന് വിളിക്കുന്നത്, മറിച്ച് അത് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് വളയാത്തത് കൊണ്ടാണ്. പലപ്പോഴും മാർഗദർശനം ആശയക്കുഴപ്പത്തിൻ്റെ രൂപത്തിലായിരിക്കും വരിക. അത് നഷ്ടങ്ങളുടെയോ വൈകലത്തിൻ്റെയോ രൂപത്തിൽ വരാം. മൗലാന റൂമി എഴുതി, അവൻ നിങ്ങളെ പരിഭ്രമിപ്പിച്ചുകൊണ്ട് നയിക്കുന്നു. ഒടുവിൽ നിങ്ങൾ പാതയെയല്ല പാതയുണ്ടാക്കിയവനെ തിരയാൻ തുടങ്ങുന്നു. ഗൈഡസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നയിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ സമ്മതിക്കുകയാണ്. ബുദ്ധിക്ക് പഠിക്കാൻ കഴിയും, പക്ഷേ നയിക്കാൻ എപ്പോഴും കഴിയില്ല. യഥാർത്ഥ മാർഗദർശനം അള്ളാഹുവിൻ്റേതു മാത്രമാണ്. തൻ്റെ നിയന്ത്രണമെന്ന മിഥ്യാധാരണ ഉപേക്ഷിക്കുന്നവർക്കാണ് ആ മാർഗദർശനം ലഭിക്കുന്നത്. ജീവിതത്തിലെ ഓരോ പരീക്ഷണവും ദിശ തിരുത്താനുള്ള പാഠങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളിലൂടെ അള്ളാഹു നിങ്ങളുടെ ആത്മാവിനോട് നേരിട്ട് നടത്തുന്ന സംഭാഷണമാണ് മാർഗദർശനം. റൂമി പറഞ്ഞു, യഥാർത്ഥ അന്വേഷി ലോകത്തെ ഒരു വേദപുസ്തകം പോലെ വായിക്കുന്നു. ഓരോ സംഭവവും ഓരോ വ്യക്തിയും അവനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഓരോ വചനങ്ങളാണ്. നാം ഓരോ പ്രാർത്ഥനയിലും ഇത് ആവർത്തിക്കുന്നത് ഹൃദയം എപ്പോൾ വേണമെങ്കിലും വഴിമാറിപ്പോകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ്. അഹങ്കാരമുറങ്ങുന്നില്ല. ലോകം നമ്മളെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അള്ളാഹു ഇത് വീണ്ടും വീണ്ടും ചോദിക്കാൻ കൽപ്പിക്കുന്നു. നേർവഴി എന്നാൽ സന്തുലിതാവസ്ഥയുടെ പാതയാണ്. കാണാത്തതിനെ വിശ്വസിക്കാൻ അത് നിങ്ങളെ പഠിപ്പിക്കുന്നു. നിങ്ങൾ എളുപ്പത്തിനു വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, കൃത്യതയ്ക്ക് വേണ്ടിയാണ്. ബുദ്ധിമുട്ടുകളില്ലാത്ത ജീവിതമല്ല, മറിച്ച് ബുദ്ധിമുട്ടുകൾക്കിടയിലും ദിശ തെറ്റാതിരിക്കലാണ് നേർവഴി. ഒരു വഴി നിങ്ങളെ തേടി വരുന്നതല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ പ്രകാശം ഉണരുന്നതാണ് നേർവഴി. നിങ്ങൾ സത്യസന്ധമായി ആ വെളിച്ചത്തെ പിന്തുടർന്നാൽ അതൊരിക്കലും നിങ്ങളെ വഴിതെറ്റിക്കില്ല. ഇത് മാർഗദർശനത്തിൻ്റെ കവാടമാണ്. അവിടെ പ്രാർത്ഥന ചലനമായും ചലനം മാറ്റമായും മാറുന്നു. ഈ അവസാന വചനം യാത്രയുടെ പൂർത്തീകരണമാണ്. പാരായണം യാഥാർത്ഥ്യമായി മാറുന്ന നിമിഷം. സ്വറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ, കോപത്തിനിരയായവരുടെയോ വഴിപിഴച്ചവരുടെയോ വഴിയിലല്ല. നിങ്ങൾ വെറുതെ പുണ്യവാന്മാരെ പിന്തുടരാൻ അപേക്ഷിക്കുകയല്ല, മറിച്ച് അവരെപ്പോലെ ആകാനാണ് ചോദിക്കുന്നത്. റൂമി പറഞ്ഞു, അള്ളാഹുവിൻ്റെ അനുഗ്രഹമെന്നാൽ ഭൗതികമായ സമ്പത്തല്ല, മറിച്ച് സത്യം തിരിച്ചറിയാനുള്ള കൃപയാണ്.
എല്ലാറ്റിനും പിന്നിലും അള്ളാഹുവിൻ്റെ ഹിതത്തെ കാണാൻ കഴിയുന്നവരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ. അവർ ജീവിതത്തെ നല്ലതെന്നും ചീത്തയെന്നും വിഭജിക്കുന്നില്ല. കോപത്തിനിരയായവരും വഴിപിഴച്ചവരും മറ്റേതോ ആളുകളല്ല, മറിച്ച് നമ്മുടെ തന്നെ ഉള്ളിലുള്ള അവസ്ഥകളാണ്. സത്യം അറിഞ്ഞിട്ടും അത് സ്വീകരിക്കാത്ത മനസ്സ് കോപത്തിനിരയായവരാണ്. സത്യം തിരഞ്ഞിട്ടും വിവേചനമില്ലാതെ വഴിതെറ്റിപ്പോകുന്ന അവസ്ഥ വഴി പിഴച്ചവരാണ്. നമ്മെ തന്നെ വിനീതരാക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണിത്. അനുഗ്രഹിക്കപ്പെട്ടവർ എല്ലാറ്റിലും അള്ളാഹുവിനെ കാണുന്നു. വഴിപിഴച്ചവർ ഏകത്വത്തിന് പകരം വിഭജനം കാണുന്നു. ഈ അറിവുണ്ടാകുമ്പോൾ നിങ്ങൾ അള്ളാഹുവിലേക്കുള്ള ഒരു പാതയ്ക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, മറിച്ച് എല്ലാറ്റിലും അവനെ കാണുന്ന ഒരു ഹൃദയത്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഈ കവാടത്തിലെത്തുമ്പോൾ അന്വേഷി സ്വയം ഇല്ലാതാകുന്നു. പ്രാർത്ഥന തുടങ്ങിയ ഞാൻ ഇനി നിലനിൽക്കുന്നില്ല. പ്രാർത്ഥന തുടങ്ങുമ്പോൾ സംസാരിച്ച ശബ്ദം പ്രാർത്ഥന കേട്ടുകൊണ്ടിരുന്നവനിൽ ലയിക്കുന്നു. മൗലാന റൂമി ഇതിനെ ഫന, അഹംഭാവത്തിൻ്റെ നാശം എന്നും തുടർന്നു വരുന്ന ബക്ക, അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ പാത്രമായി ജീവിക്കൽ എന്നും വിളിച്ചു. പൂർണ്ണബോധത്തോടെ ഫാത്തിഹ പൂർത്തിയാക്കുമ്പോൾ അവിടെ സമയവും അഹംഭാവവും വേർതിരിവുകളും തകരുന്നു. നിങ്ങൾ ഫാത്തിഹ പാരായണം ചെയ്യുകയല്ല, അതിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പ്രാർത്ഥന അവസാനിക്കുന്നു, പക്ഷേ യാത്ര അവസാനിക്കുന്നില്ല. കാരണം ഒരിക്കൽ ഫാത്തിഹയിൽ പ്രവേശിച്ചാൽ ജീവിതം തന്നെ ഒരു സ്മരണയായി മാറുന്നു. ഓരോ ശ്വാസവും ഓരോ വചനമായി മാറുന്നു. അള്ളാഹു നിങ്ങളുടെ പാരായണം കേൾക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവൻ അതിലൂടെ ചലിക്കുന്നു, നിങ്ങളെ നയിക്കുന്നു, നിങ്ങളെ വഹിക്കുന്നു. ഓരോ വചനത്തിലൂടെയും നിങ്ങളെ അവനിലേക്ക് തന്നെ തിരികെ എത്തിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ നമ്മളൊരു സൂറത്ത് പഠിച്ചു എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇന്ന് സംഭവിച്ചത് പഠനമല്ലായിരുന്നു, ഒരു തിരിച്ചുവരവായിരുന്നു. ഫാത്തിഹ അവസാനിച്ചിരിക്കാം, പക്ഷേ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ ചൊല്ലുന്ന ഓരോ ബിസ്മിയും ഒരു തുടക്കം മാത്രമല്ല, ഒരു കീഴടങ്ങലായിരിക്കും. ഓരോ അൽഹംദുലില്ലായും ഒരു വാക്കല്ല, ഒരു ജീവിത ദർശനമായിരിക്കും. ഓരോ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമും ഒരു അപേക്ഷയല്ല, സ്വയം വിട്ടുകൊടുക്കലായിരിക്കും. മൗലാന റൂമി പറഞ്ഞതുപോലെ, ഒരു വചനം നിങ്ങളിലേക്ക് തുറന്നാൽ അത് പിന്നെ ഒരിക്കലും അടയില്ല. ഇനി നിങ്ങൾ നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനോട് സംസാരിക്കുന്നില്ല, അവൻ നിങ്ങളെ തന്നെ നിങ്ങളിലൂടെ കേൾക്കുകയാണ്. ഇതാണ് ഫാത്തിഹയുടെ രഹസ്യം. പ്രാർത്ഥന അവസാനിക്കുന്നിടത്ത് യാത്ര തുടങ്ങുന്നു. ഇന്ന് ഇവിടെ നിന്ന് നിങ്ങൾ കൂടുതൽ വാക്കുകളുമായി പോകുന്നില്ല, പകരം കൂടുതൽ സാന്നിധ്യവുമായി പോകുകയാണ്. ഈ വീഡിയോ നിങ്ങളുടെ ഹൃദയത്തെ അല്പമെങ്കിലും സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഇത് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പങ്കുവയ്ക്കാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾക്ക് കൂടി ഈ അറിവ് ഷെയർ ചെയ്യുക. ഇത് മറ്റൊരു ഹൃദയത്തിലേക്ക് കൂടി വെളിച്ചമെത്തിക്കാനൊരു കാരണമാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു ഹൃദയസ്പർശിയായ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.